ഹായ്, ഇന്ന് നമുക്ക് ചക്കക്കുരു മാങ്ങയും മുരിങ്ങക്കോലിട്ട് വയ്ക്കാം. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറന്നു പോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി 1/2 കിലോ ചക്കക്കുരു ആണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇത് നികക്കെ നമുക്ക് വെള്ളം ഒഴിക്കണം. ഇതിൻ്റെ മേളിൽ വെള്ളം ഒഴിക്കണം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിത് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഉപ്പ് നമ്മൾ ആദ്യമേ ഇടണ്ട. ഈ ചക്കക്കുരു ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുത്താൽ മതി, അല്ല ചക്കക്കുരു വേകൂല. അപ്പോൾ ഇനി നമുക്കിത് വേകുന്നേരം വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിതിന് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു നുള്ള് ജീരകം, ഒരു 4 കഷ്ണം ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ തേങ്ങയുടെ മീതെ വെള്ളം നിന്നാൽ മതി. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചുകൊണ്ട് തന്നെ പേസ്റ്റ് പോണം അരച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ മാങ്ങ അരിഞ്ഞു വെച്ചിരുന്നത് ഇട്ട് കൊടുക്കാം. നീളത്തിൽ അരിഞ്ഞാണ്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഒരു മുരിങ്ങാക്കോലും ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞാണ്, അതും കൂടി ഇടാം. ഇനി ഇതൊന്ന് ഇളക്കണം. ഇനി ഇതിനാവശ്യമായ ഉപ്പും കൂടെ ചേർക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പിടുന്നുണ്ട്. ഇനി മാങ്ങയും മുരിങ്ങക്കോലും കൂടെ ഒന്ന് വേഗനേടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം അധികം ചേർത്ത് കൊടുക്കണം. ഇത് ആറി കഴിയുമ്പോൾ കട്ടിയാവും. അപ്പം കുറച്ചും കൂടെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഈ കറി നമുക്ക് തിളയ്ക്കണ്ട, നന്നായിട്ട് ചൂടായാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയാൽ മതി. നമ്മൾ തേങ്ങയൊക്കെ അരച്ച് കറി വയ്ക്കുമ്പോൾ അരപ്പ് തിളയ്ക്കാൻ പാടില്ല, അപ്പോൾ അത് പിരിഞ്ഞു പോവും. അപ്പോൾ നന്നായിട്ട് ചൂടായാൽ മതി. നമുക്കിനി ഇത് കടുക് വറുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇടാം. ഉലുവ പൊട്ടിക്കഴിഞ്ഞു. ഇനി 1 ടീസ്പൂൺ കടുക് ഇടാം. മൂന്ന് ഉണക്കമുളക് മുറിച്ചിട്ടത്, കുറച്ച് കരിവേപ്പില, ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കോൽ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.